फोरम में, जहां प्रधानमंत्री नरेंद्र मोदी क्या कुछ कह रहे सुनाते हैं। सामाजिक परिवर्तनम की पवित्र भूमि रही पंडित करुप्पन के नेतृत्व में यहीं से सम्मान और समानता की आवाजें उठी थी। उस जज्बे को अखिल केरला धीवरा सभा ने आज भी जीवंत बना रखा है। मैं इस अवसर पर माता अमृतानंदमयी जी को भी नमन करूंगा। उनका जीवन निस्वार्थ सेवा का एक अद्भुत उदाहरण है। उनका मुझ पर जो स्नेह रहा है वो मेरा बहुत बड़ा सौभाग्य है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ ചരിത്രത്തിൽ കൊച്ചി എന്നുള്ളത് സാമൂഹ്യ പരിവർത്തനത്തിന്റെ മണ്ണായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് പണ്ഡിറ്റ് കരുപ്പൻ സ്വാഭിമാന ബോധത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ഒക്കെ ശബ്ദമുയർത്തിയത്. അതേ വികാരമാണ് ഇന്നും സജീവമായി ധീവരസഭ നിലനിർത്തുന്നത്. ഈ അവസരത്തിൽ ഞാൻ ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി ദേവിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അമ്മയുടെ ജീവിതം എന്നുള്ളത് നിസ്വാർത്ഥ സേവനത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണമാണ്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളൊന്നായി ഞാൻ കരുതുകയാണ്. एनडे सूरजगढ़े आज अखिल केरला धीवरा सभा के 50 वर्ष का ये अवसर हमें उसके महान कार्यों को याद करने का भी मौका देता है। राष्ट्रीय चेतना से जुड़े हर विषय पर आपने आगे आकर जिम्मेदारी संभाली। भारत की समुद्री सीमा की रक्षा में आपकी कम्युनिटी पहली पंक्ति की प्रहर बनकर के खड़ी रही। राम जन्मभूमि आंदोलन में इस समुदाय की सक्रिय भागीदारी रही है। सामाजिक समरसता को आगे बढ़ाने में अखिल केरला धीवरा सभा ने बहुत महत्वपूर्ण योगदान दिया है। ധീവരസഭയുടെ സുവർണ ജൂബിലി വർഷം എന്നുള്ളത് സഭയുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ഓർമ്മിക്കാനുള്ള അവസരം കൂടിയാണ്. രാഷ്ട്രത്തിന്റെ ചേതന സംരക്ഷിക്കേണ്ട അവസരങ്ങളിലെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാൻ ഈ സമൂഹം എന്നും മുൻപന്തിയിൽ നിന്നിരുന്നു. മുന്നണി പോരാളികളായി തന്നെ നിലനിന്നിരുന്നു. രാം ജന്മഭൂമി പ്രക്ഷോഭ സമയത്തും ഈ സമുദായം വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. സാമൂഹ്യ സന്തുലിതാവസ്ഥ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും अखिल केरला धीवरसभ നടത്തുന്ന ശ്രമം നിസ്തുലമാണ്, മഹത്തരമാണ്. एनडे सूरजगढ़े केरलम में आई विनाशकारी बाढ़ के समय भी पूरे देश ने आपकी सेवा भावनाओं को बहुत करीबी से देखा है। जब राज्य अभूतपूर्व संकट का सामना कर रहा था तब हमारे इस समाज के लोगों ने मोर्चा संभाला था। वो तस्वीरें कोई नहीं भूल सकता जब आपने अपनी नावों को जोखिम में डालकर फंसे हुए परिवारों को बचाया, जरूरतमंदों तक सामान पहुंचाया। इसी भावना के कारण आज पूरा देश फिशरमैन समुदाय के साहस, सेवा और समर्पण को सम्मान के साथ याद करता है. കേരളത്തിൽ വൻ പ്രളയമുണ്ടായപ്പോൾ ഈ സമുദായത്തിന്റെ സേവന മനോഭാവം ലോകം മുഴുവൻ അടുത്തുനിന്ന് കണ്ടതാണ്. ഈ നാട് എപ്പോഴൊക്കെ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനം ഈ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ആ ചിത്രമൊന്നും ഒരിക്കലും ഒരാളും മറക്കില്ല. പ്രളയ സമയത്ത് നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി വള്ളമിറക്കി നിരവധി കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇവയൊന്നും